ഇന്നത്തെ വ്ളോഗ് വളരെയധികം എനിക്ക് സന്തോഷമുള്ളതും പ്രത്യേകതകളുള്ളതും എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ. അവൻ്റെ എല്ലാം വേറെ കുറച്ച് പേരുടെ റിയാക്ഷൻസ് ഉണ്ട്. എല്ലാവരും ഞെട്ടി കിളി. പക്ഷേ എന്നിട്ട് പോലും ഞാൻ ആരോടും പറഞ്ഞില്ല. ഐ മീൻ ആരോടും എന്ന് വെച്ചാൽ ആരോടും. അത് കഴിഞ്ഞൊരാളെ വീഡിയോ കോൾ വിളിച്ച് എനിക്കത് കാണിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ശരിയാവില്ല. ഫാമിലി പ്രോബ്ലംസിന് ഓക്കെ വയ്യ നമുക്ക് ശബ്ദം ഉണ്ടാക്കാണ്ട് പോകും. അപ്പം ഞാനിപ്പം ഇപ്പോൾ ടൈം എത്രയും 5:30 ഞാൻ തൽക്കാലം ഫ്രണ്ട് കാണാവുന്ന രീതിയിലിടാം. ആ നമ്പർ നോക്കി. എന്റെ വണ്ടിക്ക് ഞാൻ ആരോടാണ് ഇതിന് ചോദിക്കേണ്ടത്? അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്ട് സ്പെഷ്യൽ ഡ്രസ് ഓർമ്മയുണ്ടോ? ഗിഫ്റ്റ് മിണ്ടാണ്ടിരിക്കുക. അതൊന്നും ഇതിനകത്ത് പറയല്ലേ. വൈകിട്ട് നമ്മൾ കഴിച്ചോണ്ടിരുന്നപ്പോ ഒരു പുള്ളി പറയോ പക്ഷെ അങ്ങനെ പോയില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടതൊക്കെ ആകാശം കണ്ടോ? അയ്യോ കുറേ ആയിട്ട് വ്ളോഗ് എടുക്കാത്തതുകൊണ്ടൊരു ഞാൻ പറയാം. ഓക്കെ ഹൈ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് വളരെയധികം എനിക്ക് സന്തോഷമുള്ളതും പ്രത്യേകതകളുള്ളതും കുറച്ച് എന്താ പറയുക മറ്റേ ആർട്ടിഫിഷ്യാലിറ്റി കാണാതെ റിയാലിറ്റി കൂടുതലുള്ളൊരു വ്ളോഗായിരിക്കും ഇന്ന്. അതെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കൈവിട്ട് പോയൊരു സാധനം ഞാൻ തിരിച്ചു പിടിച്ചിട്ടിരിക്കുന്നത് അതിസന്തോഷമായ ഒരു നിമിഷത്തിലടിയായിരിക്കുന്നത്. അതിൽ ഞാനിന്ന് ഈ വ്ളോഗിൽ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ. അതിൽ നമ്മുടെ സുഹൃത്ത് അവിടെ ഉണ്ട്. പുള്ളിയുടെ അടുത്തോട്ട് പോണതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വ്ളോഗാണ്. പുള്ളിക്ക് അറിയില്ല ഈ വണ്ടി എടുത്ത ഐ മീൻ ഓക്കെ ഫസ്റ്റ് കാര്യം പറയാം. എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു വണ്ടി എടുത്തു. അതിൽ വണ്ടിയിലുപരി എൻ്റെ അതിൽ നമ്പറായിരുന്നു എനിക്ക് ഏറ്റവും ഐക്കോണിക്കായിട്ട് എനിക്ക് വേണ്ടിയിരുന്ന സാധനം. അത് വളരെ ചുരുക്കം ഓക്കെ ഇത് വിടാം. വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ എനിക്ക് ആ വണ്ടിയിൽ നിന്ന് ആ നമ്പർ കയ്യിൽ നിന്ന് പോയ, അതായത് കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ഇതായിരുന്നു. അതുകൊണ്ട് നമ്പർ അറിയാലോ, KL07 CEO. ഐ മീൻ CEO അല്ല, CE0 ആണ്. ബാലൻസ് എന്തിലാട്ടെ, ബാലൻസ് വിട്. CE0 ആണ്. അത് ഞാൻ CEO എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നത്. ഓക്കെ, ആ സാധനം എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് ഇവനോട് ഞങ്ങൾ അത് വീണ്ടും എടുക്കുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കിട്ടില്ല എന്നൊരു മൈൻഡിൽ തന്നെയായിരുന്നു. കാരണം നടക്കാൻ ചാൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിലിരുന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും വണ്ടിയൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലും എനിക്കൊരു 0% ഹോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. കിട്ടും 0 അല്ല കേട്ടോ, 1% ഹോപ്പ് ഉണ്ടായിരുന്നു കിട്ടും. ബട്ട് കിട്ടില്ല എന്നെല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയ സാധനം എന്തോ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ. അവൻ്റെ എല്ലാം വേറെ കുറച്ച് പേരുടെ റിയാക്ഷൻസ് ഉണ്ട്. എല്ലാവരും ഞെട്ടി കിളി. പക്ഷേ ഇന്ന് അവന് ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇന്നലെ തൊട്ട് ഇതിൻ്റെ ഈ വണ്ടിയല്ല വേറൊരു വണ്ടിയുടെ കാര്യം ഇങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷേ എന്താ ഓർത്തേക്കണമെന്നല്ല. കാരണം ഇന്ന് ഞാൻ വീട്ടുകാരെല്ലാവരും കൂടെ ഞങ്ങൾ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് മേ ബി. കാരണം പുള്ളിക്ക് ഇന്നലെ ചെറിയൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ കാര്യമായിട്ട് ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്താ അതുകൊണ്ട് മനസ്സിലായി കാണാൻ ചാൻസില്ല. അതുകൊണ്ട് അവൻ്റെ ആ ഒരു റിയാക്ഷൻ, കാരണം ഈ നമ്പറാണ് അവനും പറഞ്ഞിട്ടുണ്ട്. നമ്പർ പോയതൊരു ഇതായത് പുള്ളിയും പലതവണ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ അടിപൊളിയായിരുന്നു. കാരണം CEO ആ സാധനമായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പം അത് പോയിട്ടില്ല, കിട്ടി, തിരിച്ചു പിടിച്ചു. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് വ്ളോഗാണ്. കാരണം വ്ളോഗല്ല, കാര്യമാണ്. കാരണം ആകെ ഞാൻ ഇന്നലെയാണ് ഇതൊന്ന് കൺഫേം ആയത്, ഇതെനിക്ക് തിരിച്ച് കിട്ടും എന്നൊരു സാധനം. എന്നിട്ട് പോലും ഞാൻ ആരോടും പറഞ്ഞില്ല. ഐ മീൻ ആരോടും എന്ന് വെച്ചാൽ ആരോടും. അത് കഴിഞ്ഞൊരാളെ വീഡിയോ കോൾ വിളിച്ച് എനിക്കത് കാണിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ശരിയാവില്ല. ഫാമിലി പ്രോബ്ലംസ് ഓക്കെ. അപ്പോൾ എന്തായാലും പുള്ളിയുടെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം. പുള്ളി കിളി പോകുന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. പിന്നെ എങ്ങാനും ഇന്നലെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡൗട്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാണ്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ചാൻസും ഇല്ല പുള്ളിക്ക് ഇത് കിട്ടും. അതും ഇന്ന് കൊണ്ടുവരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫാമിലി എല്ലാവരും കൂടെ ഞങ്ങൾ പോയത് കൊണ്ട് അവനൊരു ഡൗട്ട് അടിച്ചെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ചാൻസും ഇല്ല പുള്ളിക്ക് ഇത് കണ്ടുപിടിക്കാൻ.
ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഗേറ്റ് തുറന്നിട്ടേക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അന്നേരം വിളിച്ചിട്ട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞാൽ കറക്റ്റ് എക്സ്പ്രഷൻ കാണില്ല. ഇതെന്തായാലും പുള്ളി റൂമിനകത്തായിരിക്കും. അപ്പോൾ ഞാൻ ചെന്നിട്ട് വണ്ടി മുറ്റത്തിട്ടിട്ട് പോയി വിളിച്ചോണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും കടിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിയാക്ഷൻ കാണാഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അത് എന്താ പറയുക, ഞാൻ അതുകൊണ്ട് വഴിയിൽ അങ്ങോട്ടുള്ള വഴിയിൽ നിർത്തി വ്ളോഗ് എടുത്തിട്ട് ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് ഓർത്താ. എന്നാലും എനിക്ക് ആ ഒരു റിയാക്ഷൻ കാണാൻ ഒരു ആഗ്രഹം. പിന്നെ ഈ കയ്യിൽ നിന്ന് പോയ സാധനം തിരിച്ച് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പവർ കിട്ടി. എനിക്ക് സൂപ്പർ പവർ. എൻ്റെ സൂപ്പർ പവർ നിങ്ങൾക്ക് അറിയാലോ, എന്താ പറയാനാ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഇതൊക്കെ കാണിച്ചു തരാം. എനിക്ക് കുറേ പേര് ഇത് സർപ്രൈസ് ചെയ്യാണ്ട് അത് എല്ലാവരും ഇത് പോയി അത് വിട്ട് വേറെ നോക്കാമെന്ന് പറഞ്ഞ പലരും ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വിട്ട് കളഞ്ഞിട്ടില്ല, സാരം തിരിച്ച് മേടിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തീരണില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇത് വെളുപ്പിന് 4 മണിക്ക് പോയിട്ടാണെങ്കിലും ഞാൻ എപ്പോഴും 2:30 കിടന്നു, 4 മണിക്ക് എണീറ്റ് പോയി. എന്നിട്ട് ഇന്ന് വേണമെന്ന് സമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങാൻ. ഈ സാധനത്തിൻ്റെ ഇത് കയ്യിൽ നിന്ന് പോയ പിന്നെ വളരെ ചെറിയ ദിവസം എനിക്കങ്ങ് എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. ഞാൻ പോയിട്ട് ഇതിൻ്റെ റിയാക്ഷൻ കാണിക്കാം. ഓക്കെ, ബൈ. നമ്മൾ സ്ഥലമെത്തി, ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട്. പുള്ളി എന്തായിരിക്കും റിയാക്ഷൻ എനിക്കറിയില്ല. കാരണം വയ്യ നമുക്ക് ശബ്ദം ഉണ്ടാക്കാണ്ട് പോകാം. കാരണം ഞാനിപ്പോൾ ടൈം എത്രയാണ്, 5:30 ആയിട്ടുണ്ട്. ഞാൻ എറണാകുളത്തുനിന്ന് പോയിട്ട് വരണ വഴിയാണ്. ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് തൽക്കാലം ഫ്രണ്ട് കാണാവുന്ന രീതിയിലിടാം. എന്നിട്ട് പുള്ളിനെ കൊണ്ടുവന്ന് റിയാക്ഷൻ ഒന്ന് നോക്കാം. എൻ്റെ അമ്മേ, എനിക്കെന്തിനും ഇത്ര ടെൻഷൻ അറിയില്ല. പക്ഷേ വല്ലാത്തൊരു ടെൻഷൻ. പുള്ളി അകത്ത് വേറെ കുറച്ച് പരിപാടിയാണ്. ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് വരാമേ. കേസ് കൂട്ടിയിട്ടെങ്കിൽ ഇരിക്കുവാണ്. ഫ്രൂട്ടാണ്ടിരിക്കോ? എന്തായി പരിപാടികള്? സാധനം കാണിച്ചതാ. അത് പുതിയ കാര്യമുണ്ടോ? നമസ്കാരം. പിറ്റത്തോട്ടം നോക്കി. വണ്ടി എടുത്തോ? ഇവിടെ നോക്ക്, ഫ്രണ്ട് ഡോർ നോക്ക്. ഓ, ആ നമ്പർ നോക്കി. സിയോ, ഇത് നമ്മുടെ വണ്ടിയാ. ഇതാണോ എന്നൊക്കെ ഉണ്ടാവുന്ന പോലെ ഞാൻ വിളിച്ചെടുത്തു. ആരെന്ത് വിളിക്കുന്നു നേരെ ഡബിൾ. അവരങ്ങനെ എന്നെ അവിടെ പോയി തല്ലൂല്ല കിട്ടിയോ? ഇത്ര ദിവസം കിട്ടില്ലായിരുന്നു. ഇന്ന് വെളുപ്പിനാണ് ബോസ് കൺഫേം ആക്കിയത്. ബാക്കിയുള്ള എല്ലാരും പിരിഞ്ഞു പോയോ? വിളിച്ചെടുത്തതാ. എല്ലാരും ബാക്കോട്ട് അല്ല, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് കുറച്ച് കാശ് വാങ്ങി. വണ്ടി മേടിച്ചില്ല. ഇതൊക്കെ എന്ത് സിഇഒയുടെ കളികൾ ഇനി ജനങ്ങൾ കാണാൻ കിടക്കുന്നത്. ഞാനത് ഞാൻ അപ്പുറം നിർത്തിയിട്ട് എനിക്ക് ഇത് എങ്ങനെ കൊണ്ടുവരുന്നൊരു കിളി പോയി ആരോടും പറഞ്ഞിട്ടില്ല. ഇല്ല, ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പിന്നെ ഇതെല്ലാം കാണിച്ചു തന്നിട്ട്. അയ്യോ, സിഇഒ ഇത് കൈവിട്ട് പോയതിന്റെ ഒരു ഇതിലായിരുന്നു. അതിൽ സാര കിട്ടില്ല. കേറ്. നമുക്ക് ഞാൻ പേപ്പറൊന്നും മേടിച്ചിട്ടില്ല. നമുക്ക് ട്രിപ്പ് പോയിട്ട് മേടിക്കാം. പുള്ളി വന്ന വഴി അടുത്ത പരിപാടി പിടിക്കുന്നു. നാളെ ഡോർ ലോക്ക് ചെയ്തിട്ട് ബാക്കി വാ, നമുക്ക് പോയി ഇതൊക്കെ എനിക്കാണെങ്കിലേ ഇതൊക്കെ ഓക്കെ. ഓക്കെ, ബൈ ഗൈസ്. എനിക്കൊരു വീഡിയോ കോൾ വിളിക്കാണ്ട്. ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് വരാം.
പുള്ളി ഒന്നും പറയണില്ല. ഞാനും പോയെന്നാ ഓർത്തത്. പുള്ളിയുടെ ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ വേറെ. എടാ ഇന്നലെ ഗെയിം ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. അല്ല, എനിക്കത് ഗെയിമായിട്ട് തോന്നുന്നു. എനിക്ക് ചെറിയ ഡൗട്ട് അടിക്കുന്നു. ഇന്നലെ വൈകിട്ട് നമ്മൾ കഴിച്ചോണ്ടിരുന്നപ്പോ ഒരു പുള്ളി പറയോ അത് പോയിന്നാ തോന്നുന്നത്. അത് പക്ഷെ അങ്ങനെ പോയില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് കുറച്ച് ഇതാ വേറെ ഇപ്പൊ ഫസ്റ്റ് നമ്മള് ഇച്ചിരി ഞെട്ടിപ്പോയി. കാരണം ഇത് പറഞ്ഞു പറയുന്നവരുണ്ടല്ലോ. നമ്മള് കാരണം ഇത് പോയിന്ന് പറഞ്ഞാ അങ്ങനെ വിടാൻ പറ്റുമോ? ഇതാ നമ്മളൊന്നും പറയാത്തത്. ഞങ്ങളെ റൈഡ് വിട്ടിരാം ഗൈസ്. ഓ കേറ് ഗേറ്റ് വേണ്ട ഇപ്പൊ തന്നെ വരും. ലോങ് ഡ്രൈവ് ഒന്നുമല്ല നമ്മുടെ നമ്മൾ ഇരുന്നിട്ടൊക്കെ ഉള്ളതാണ്. ആദ്യമായിട്ടൊന്നുമല്ല. അതെ ആദ്യമായിട്ടൊന്നുമല്ല. ഞങ്ങള് ഇപ്പൊ വണ്ടി കുറച്ച് സ്റ്റോക്കാണ്. നമ്മള് കുറച്ച് ഇവിടെയൊക്കെ ഫുൾ സ്റ്റോക്ക് സിസ്റ്റം ഇതൊക്കെ മാറ്റി സെറ്റാക്കില്ലേ. ഒന്നാമതിന്റെ ബഡ്ജറ്റ് മൊത്തം കീറിയിരിക്കും. അതൊക്കെ വിഷയില്ല. ഇത് എങ്ങനെയായിരുന്നു അതിലും കിടിലം എന്നൊക്കെ. പിന്നെ അല്ലേ നമ്മള് പടക്കുതിരി ഫ്രണ്ടില് കുറച്ച് നമുക്ക് മറ്റേ തെളിയുടെ ബൾബൊക്കെ ഇങ്ങ് മേടിച്ചു. മറ്റേ തമിഴന്മാര് മറ്റേ ബാർ ലൈറ്റ് ഒക്കെ വെക്കുക. ഇതന്നെ ആംബുലൻസോ ഇതിനൊരുത്തിന് അങ്ങനെ വെച്ചോണ്ടിരുന്നുണ്ട്. ഓഫാക്കി ഞാൻ സെറ്റാക്കാം. ഹൈലി സ്റ്റാർട്ടാക്കി നോക്കി ഞാൻ സ്റ്റാർട്ടാക്കാന്നൊക്കെ. അയ്യോ ഇപ്പൊ ഇത് ബ്ലൂടൂത്ത് ഇതേ കണക്ട് ആവും. ഓക്കെ ബൈ ദ ബൈ ഗൈസ്, ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടാ. ഓക്കെ അതെ പുള്ളി കിളി മാറിയിരിക്കുക. ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ ആകാശം കെട്ടോ. എടി ഇതെന്തായാലും മറ്റവരെയൊക്കെ വിട്ടോ. ഇത് ആരോടാ നീ കളിക്കണേ? ഇത് ആരാന്ന് നിനക്ക് ആള് മാറിപ്പോയോ? വിട്ടു ആരെന്ത് വിളിക്കുന്നോ നേരെ ഡബിൾ. വേറെ ഡീലൊന്നുമില്ല. ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം. ബൈ ബൈ.